സാക്സന്റെ ഏറ്റവും പുതിയ 2 പാർട്ട് മൂവിയാണ് റെബൽ മൂൺ. ഫസ്റ്റ് പാർട്ട് ഇപ്പം നെറ്റ്ഫ്ലിക്സിലൂടെ റിലീസ് ആയിട്ടുണ്ട്. എനിക്ക് ഇതിനു മുമ്പ് എന്താ തിയേറ്റർ റിലീസ് ഉണ്ടായിരുന്നു, ഇവിടെ ഇന്ത്യയിലില്ല. ആൻഡ് സെക്കൻഡ് പാർട്ട് വരുന്നത് നെക്സ്റ്റ് ഇയർ ഏപ്രിലോ മെയിലോ ആ ഒരു ടൈമിലാണ്. സോ മൂവിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഈ ഒരു മൂവി കാണാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് സാക്സെന്റർ ആണ്. സാക്സെന്ററിന്റെ ഒരു വേ ഓഫ് പ്രസന്റേഷനും ആ ഒരു ക്യാരക്ടർ ബിൽഡും അല്ലെങ്കിൽ ആ ഒരു വേൾഡ് ബിൽഡും ആ ഒരു മേക്കിംഗ് സ്റ്റൈലൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു മൂവിയാണ്. അല്ലാതെ ഒരു സൈഫൈ മൂവി എന്ന രീതിയിലാണ് അപ്രോച്ച് ചെയ്യണമെങ്കിൽ അത്ര വലിയൊരു കിടില മൂവിയൊന്നും അല്ല, ഒരു ആവറേജ് മൂവി എന്ന് തന്നെ പറയാം. ഈ ഒരു മൂവി എന്ന് പറയുന്ന ഒരു മിക്സ് ഓഫ് ഗാർഡിയൻസ് ഓഫ് ഗാലക്സി ആൻഡ് സ്റ്റാർ വാർസ് ആണ്. കാരണം ഈ രണ്ട് മൂവീസിന്റെ വേൾഡ് ബിൽഡും ക്യാരക്ടർ പ്രസന്റേഷനും അല്ലെങ്കിൽ അതിലൊരു സ്റ്റോറി ലൈനൊക്കെ പോലെയാണ് ഈ ഒരു മൂവിയിലോട്ട് വരുമ്പോൾ. എക്സാക്ട്ലി ആ രണ്ട് മൂവീസ് പോലെയല്ല ഞാൻ പറയുന്നത്. ഈ രണ്ട് മൂവീസ് നമ്മൾ കമ്പയർ ചെയ്യണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ കോമൺ ആയിട്ട് വരും. ആ ഒരു ഗാലക്സീസ് ആയാലും ആ ഒരു പ്ലാനറ്റ്സ് ആയാലും ആ ഒരു വേൾഡ് ബിൽഡ് ആയാലും ക്യാരക്ടേഴ്സ്, ഏലിയൻസ്, അങ്ങനത്തെ ഒരുപാട് കാര്യം ഈ രണ്ട് മൂവീസിലും കോമൺ ആയിട്ട് വരുന്നുണ്ട്. പിന്നെ ഇപ്പോൾ സ്റ്റാർ വാർസ് എടുത്ത് നോക്കുവാണെങ്കിൽ മറ്റേ ലേസർ ഷോട്ട്സ് ഇല്ലേ, അതുണ്ട്, ലേസർ ഗൺസ് ഉണ്ട്. അതേപോലത്തെ ഒരു ടെക്നിക്കാണ് അല്ലെങ്കിൽ അതേപോലത്തെ ഒരു സിസ്റ്റമാണ് ഗാർഡിയൻസ് ഓഫ് ദ ഗാലക്സിയിൽ വരുമ്പോഴും. സോ ഈ രണ്ട് കാര്യങ്ങളുടെ കോമൺ ആയിട്ട് വരുന്ന ഒരുപാട് ഫാക്ടേഴ്സിന് ഈ രണ്ട് മൂവീസിൽ നമ്മൾ കണ്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ സാക്സന്റെ വേ ഓഫ് പ്രസന്റേഷനോ അല്ലെങ്കിൽ ആ ഒരു സ്റ്റൈൽ ഓഫ് മേക്കിംഗിൽ കണ്ട എങ്ങനെ ഇരിക്കും എന്നാണ് ഈ ഒരു മൂവി സംസാരിക്കുന്നത്. സ്റ്റോറി ലൈൻ നോക്കുവാണെങ്കിൽ അത്ര വലിയ കിടില സ്റ്റോറി അല്ലെങ്കിൽ ഭയങ്കര ട്വിസ്റ്റും കാര്യങ്ങളും അങ്ങനെയൊന്നുമില്ല. നമ്മൾ ഒരുപാട് ഇതുപോലത്തെ സ്റ്റോറി ലൈനുള്ള മൂവീസ് ഒക്കെ കണ്ടിട്ടുണ്ട്. ഈ ഒരു മൂവിയിലോട്ട് വരുമ്പോഴും മദർ വേൾഡ് എന്ന് പറഞ്ഞാൽ വലിയൊരു ടീമുണ്ട്. അവരുടെ മിലിറ്ററി, അവരുടെ ഒരു ആർമിയൊക്കെ ചേർന്നിട്ട് ഒരു ചെറിയൊരു വില്ലേജിനെ അറ്റാക്ക് ചെയ്യും. സോ ഈ വില്ലേജിലുള്ള ആൾക്കാരൊക്കെ ഒരു ടീം ഫോം ചെയ്ത് ആ ഒരു മദർലാൻഡിന് വേണ്ടി അഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കാൻ അല്ലെങ്കിൽ ഒരു വാർ വരുമ്പോൾ അവരുടെ കൂടെ നിന്ന് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ടീം സെറ്റ് ചെയ്യാൻ പോകും. അതാണ് ഈ മൂവിയുടെ സ്റ്റോറി എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ ജസ്റ്റിസ് ലീഗ് എടുത്ത് നോക്കുവാണെങ്കിൽ ബാറ്റ്മാൻ പോകുന്ന ഒരു സ്റ്റൈലില്ലേ, അതുപോലൊക്കെ തന്നെ ഈ ഒരു മൂവിയിൽ പോകുന്ന ഒരുപാട് സ്ഥലത്ത് പോയി ആൾക്കാരൊക്കെ ഹയർ ചെയ്യും, അങ്ങനെയാണ്. സോ മൂവിയുടെ സ്റ്റോറി ലൈൻ എന്ന് പറയുന്നത് ഭയങ്കര പ്രഡിക്റ്റബിൾ ആണ്, ഭയങ്കര ലീനിയർ ആണ്. നമ്മൾ ആ ഒരു മൂവി കണ്ടു തുടങ്ങുമ്പോൾ ഒരു 10-15 മിനിറ്റ് ആകുമ്പോൾ നമുക്ക് മനസ്സിലായി ഈ മൂവി എങ്ങോട്ടാ പോകുന്നത് അല്ലെങ്കിൽ എവിടെ പോയി എൻഡ് ചെയ്യുന്നൊക്കെ അറിയാം. ഒരു 2 പാർട്ട് മൂവിയാണ്. സോ ഈ മൂവിയുടെ ഫസ്റ്റ് പാർട്ട് എൻഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് 2 പാർട്ട് ആണെങ്കിൽ ജസ്റ്റ് ഊഹിച്ച് നോക്കാന്നേ ഉള്ളൂ സെക്കൻഡ് പാർട്ടൊക്കെ എങ്ങനെ ആയിരിക്കും എന്നുള്ള. സോ സ്റ്റോറി വൈസ് നോക്കുകയാണെങ്കിൽ വലിയ പുതുമയോ അല്ലെങ്കിൽ വലിയ ട്വിസ്റ്റും കാര്യങ്ങളോ അല്ലെങ്കിൽ വൺ ഓഫ് ദ കിടിലം സ്റ്റോറി ലൈൻ അങ്ങനെയൊന്നും അല്ല. അല്ലെങ്കിൽ സാക്സന്റെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് മൂവീസ് എന്ന് ഒരിക്കലും പറയാൻ പറ്റാത്ത ഒരു ഐറ്റമാണ് റെബൽ മൂൺ എന്ന് പറയുന്നത്. സോ ഈ ഒരു മൂവിയിൽ നിങ്ങൾ ഒരു നോർമൽ സൈഫൈ മൂവി ആയിട്ടാണ് അപ്രോച്ച് ചെയ്യണമെങ്കിൽ ഇതിന്റെ സ്റ്റോറി ലൈനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഭയങ്കര ആവറേജ് ആയിട്ട് തോന്നും. കാരണം ഒരുപാട് മൂവീസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ള അതേ ഒരു സ്റ്റോറി ലൈനും ആ ഒരു പാറ്റേൺ ആണ്. സോ അല്ലാതെ നിങ്ങൾ സാക്സന്റെ മൂവി എന്ന രീതിയിൽ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെടും. കാരണം ആ ഒരു രണ്ട് മൂവീസ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഗാർഡിയൻസ് ഓഫ് ദ ഗാലക്സിയും സ്റ്റാർ വാർസും ആ ഒരു രണ്ട് മൂവിയുടെ റെഫറൻസ് ഒക്കെ നമുക്ക് ഇതിൽ ഒരുപാട് കാണാൻ പറ്റും. മൂവിയുടെ സ്റ്റോറി ലൈൻ മാറ്റി വെച്ചാൽ അതിന്റെ ഒരു മേക്കിങ്ങും എക്സ്പീരിയൻസിനൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു മൂവിയാണ് റെബൽ മൂൺ എന്നുള്ളത്. എനിക്ക് ഈ മൂവിയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആ ഒരു കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതിന്റെ ഒരു മേക്കിങ്ങും ആ ഒരു ക്വാളിറ്റിയും അല്ലെങ്കിൽ ഇപ്പം എടുത്തു പറയുകയാണെങ്കിൽ തന്നെ DOP, കളറിങ്, അതിന്റെ വിഷ്വൽസ്, ഫൈറ്റ് സീക്വൻസ് ഒക്കെ എല്ലാം അടിപൊളിയായിരുന്നു. ഇപ്പോൾ എസ്പെഷ്യലി എടുത്തു പറയുകയാണെങ്കിൽ ഫൈറ്റ് സീക്വൻസിൽ ഒരുപാട് ഷോട്ട്സ് അൾട്രാ സ്ലോ മോഷൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഗൺ ഫയർ ചെയ്യുന്ന ഷോട്ട്, ബുള്ളറ്റിന്റെ ഷോട്ട്സ് അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടർ മൂവ്മെന്റ്, സോ അങ്ങനത്തെ ഒരുപാട് അൾട്രാ സ്ലോ മോഷൻ സീക്വൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കുറച്ച് അടിപൊളിയായിരുന്നു കണ്ടിരിക്കാൻ. പിന്നീട് ഈ ഒരു മൂവിയുടെ ഹൈലൈറ്റ് ആയിട്ട് തോന്നിയത് ഈ മൂവിയുടെ വിഷ്വൽസും ആക്ഷൻ സീക്വൻസ് ആയിരുന്നു. രണ്ടും അടിപൊളിയായിരുന്നു. ഇപ്പോൾ വിഷ്വൽസ് ആയാലും ആക്ഷൻ സീക്വൻസ് ആയാലും എല്ലാം നൈസ് ആയിട്ട് തന്നെ പ്രസന്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു മൂവിയിൽ. സോ ഒരു വൺ ടൈം കാണാൻ പറ്റിയ ഒരു നൈസ് മൂവിയാണ്. സാക്സന്റെ മൂവീസും ആ ഒരു സ്റ്റൈലൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടു നോക്കുക. അല്ലാതെ ഒരു സൈഫൈ മൂവി ആയിട്ട് അപ്രോച്ച് ചെയ്യണമെങ്കിൽ ആ ഒരു ആവറേജ് ഫീൽ ആയിരിക്കും മൂവിക്ക് തരാൻ സാധിക്കുന്നത്. സോ മൂവി നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. സോ ഓൾറെഡി മൂവി കണ്ടവരാണെങ്കിൽ നിങ്ങൾ റിവ്യൂസ് എന്താ വെച്ചാൽ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.